Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഡോബിയെ ഇപ്പൊ നമ്മുടെ ടോഡ്രോക്കി അവന്റെ ഫുൾ പവർ എടുത്ത് ആഞ്ഞടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. അവൻ അങ്ങനെ താഴെ വീണ് തോറ്റു കിടക്കുന്നത് കണ്ട് ഇപ്പോ എൻഡവറിന്റെ അസിസ്റ്റന്റ് അവൾ ഉച്ചത്തിൽ വിളിച്ചു പറയും, ടോഡ്രോക്കി ഡോബിയെ വീഴ്ത്തി, അവൻ തോറ്റു. ഇത്രയും നേരം വളരെ ടയേർഡായി നോമൂസിന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന സൂപ്പർ ഹീറോസിന് എല്ലാവർക്കും അതൊരു പുതിയ എനർജി തന്നെ കൊടുക്കുകയാണ്. അവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് 10 മടങ്ങ് ശക്തിയിൽ ഇപ്പൊ നോമൂസുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ടോഡ്രോക്കി ആണെങ്കിൽ ടോബിയെ തല്ലിക്കൊന്ന കാര്യം അതിപ്പോ ഹെഡ്ക്വാർട്ടേഴ്സ് വരെ അറിയാണ്. ഇവിടെ ആൽബൈറ്റിനാണെങ്കിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ഹീറോ അവൻ തെറ്റായ ഡയറക്ഷനിലേക്ക് പോയി അവരുടെ പ്ലാനുകളെല്ലാം അല്പം ഒന്ന് കൊളാപ്സ് ആയെങ്കിലും ഇപ്പോൾ നമ്മുടെ ടോഡ്രോക്കി ഫസ്റ്റ് വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. സോ അതിൽ ആൽമൈറ്റിനടക്കം എല്ലാവർക്കും സന്തോഷം. ആ കണ്ടെയ്ൻമെന്റ് സോൺ കാണിക്കും. അവിടെയും ഫൈറ്റ് ആണെങ്കിൽ വേറെ ലെവലിൽ നടക്കുകയാണ്. ടോഡ്രോക്കിയുടെ വിജയം അത് മൗണ്ട് ലേഡി അടക്കം എല്ലാവരെയും അത്ഭുതപ്പെടുത്തും, സന്തോഷിപ്പിക്കും. ഇപ്പോൾ കൂടുതൽ ഫോഴ്സിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ വില്ലന്മാർക്കാണെങ്കിൽ അവരുടെ ദേഷ്യം കൂടി വരും. അവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ട്രൈബ് മാൻ മാക്കിയെ അവനെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നൊരു ലക്ഷ്യം മാത്രമാണ്. നമ്മുടെ ആൾക്കാർ വലിയൊരു ട്വിസ്റ്റ് കൊടുത്ത് ഇപ്പൊ ആ വില്ലന്മാരെ എല്ലാം നാനാ ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ചെയ്തു. അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അടിയാണ് നമ്മുടെ ആൾക്കാർ കൊടുത്തത്. അവർ ചിലരാണെങ്കിൽ നൈസായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ചെയ്ത് ഇതിലൂടെ മറ്റാരെയൊക്കെയോ കോണ്ടാക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ആൾക്കാരെ വെല്ലുവിളിക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളുടെ ഐസമ മാസ്റ്ററിന്റെ പ്ലാനൊന്നും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ടക്കോബോ ഐലാൻഡ്, അതുപോലെ തന്നെ സ്കൈൽ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ടീം, അങ്ങനെ ഓരോരോ ടീമുകളായിട്ട് ടോഡ്രോക്കി ജയിച്ച കാര്യം അറിയുകയാണ്. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർ തുടക്കത്തിൽ ആ വില്ലന്മാരെ എല്ലാം സ്പ്ലിറ്റ് ചെയ്ത ആ ഒരു സ്ഥലം കാണിക്കും. അവിടെയാണെങ്കിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട വേറൊരു വില്ലൻ, അവനാണെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്ത് അവിടെയുള്ള സൂപ്പർ ഹീറോസിന് 8ന്റെ അല്ല 12ന്റെ പണി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. മരണത്തെ വരെ തോൽപ്പിച്ചവനാണ് ആൽഫാർ 1. അങ്ങനെയുള്ള ഒരാളെ നിങ്ങളെ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓൾറെഡി മനുഷ്യരെ എല്ലാവരെയും കൺട്രോളിലെടുത്ത് ഞങ്ങൾ നിങ്ങൾക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചവരാണ്. ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് അത്ര പെട്ടെന്ന് കഴിയില്ല. നിങ്ങൾ ഈ ചെയ്യുന്ന എല്ലാം തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും കളിയാക്കാനൊക്കെ തുടങ്ങും. മാത്രമല്ല ആൽഫാർ 1നെ ചതിച്ച യുകെ അവൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കും. കട്ട് ചെയ്ത ആ ഹോസ്പിറ്റലിനടുത്ത് കാണിക്കും. അവിടെയാണെങ്കിൽ ഫൈറ്റ് വേറെ ലെവലിൽ പോവും. മൈക്കിനാണെങ്കിൽ പവർഫുൾ ആയ ഡോബിയെ അവന്റെ ബ്രദർ ടോഡ്രോക്കി തോൽപ്പിച്ചു എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ്. അത് കേട്ട് അവനും ഭയങ്കര സന്തോഷം. അതേസമയം അവന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന സ്പിന്നർ, അവനാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാവില്ല. കാരണം ഡോബിയുടെ പവർ എന്താണെന്ന് അവൻ നേരിട്ട് കണ്ടതാണ്. അവന്റെ പവറും എനർജിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള ആർജവും എല്ലാം തന്നെ നേരിട്ട് കണ്ട് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഡോബിയുടെ ആ ഒരു പവറൊക്കെ കണ്ട് ആൽഫാർ 1 ആണെങ്കിൽ പുതിയ ക്വിക്സ് പവർ അവൻ ഓഫർ ചെയ്യും. പക്ഷെ ഡോബി ആണെങ്കിൽ അത് മേടിക്കാൻ തയ്യാറാവില്ല. എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പവറുകൾക്ക് ആവശ്യമില്ല, എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടൊരു പവറുണ്ട്, ആ പവർ ഉപയോഗിച്ച് തന്നെ ഞാൻ ഈ വലിയ ഫൈറ്റിൽ ജയിക്കുമെന്ന് പറയും. അത് കേട്ട് ആ സ്പിന്നറിന് ഭയങ്കര അത്ഭുതം. മാത്രമല്ല അവനും അത്തരത്തിലൊരു കോൺഫിഡൻസിലേക്ക് എത്താനും കൂടുതൽ പവർഫുൾ ആവാനും ആൽഫാർ 1ന്റെ കയ്യിൽ നിന്ന് ബാക്കിയുള്ള ക്വിക്സ് പവർ അത് സ്പിന്നർ വാങ്ങിയെടുക്കും. ക്വിക്സ് പവർ കിട്ടേണ്ട താമസം അവനാണെങ്കിൽ ഒരു ജയന്റായി മാറും. ഒരുപാട് പവറുകൾ അവന്റെ ഉള്ളിലേക്ക് വരികയാണ്. കട്ട് ചെയ്ത പ്രസന്റിൽ അവൻ വിളിച്ചു പറയും, ഇവർ നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. ഡോബി അത്ര എളുപ്പത്തിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഇതിന്റെ പവർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും നേരിട്ട് അറിയാവുന്നതാണ്. നമ്മളെ പറ്റിക്കാനും ഡീമോട്ടിവേറ്റ് ചെയ്യാനുമാണ് ഇവർ ഇപ്രകാരം നുണ പറയുന്നതെന്ന് പറഞ്ഞ് അവർ കൂടുതൽ ശക്തിയായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. മാത്രമല്ല അവനാണെങ്കിൽ വീണ്ടും വീണ്ടും പറയും, കുറോഗറിയെ എന്ത് വില കൊടുത്ത് നമുക്ക് രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഡോബറയുടെ പവർ എന്താണെന്ന് നമ്മൾ കാണിക്കണമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ വലിയ ശബ്ദത്തിൽ നടന്നു വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത വീണ്ടും ടോഡ്രോക്കിയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ലിഡയോട് സോറി പറയാണ്. കാരണം അവന്റെ ഐസ് പവറിൽ ലിഡയുടെ മെഷീൻ അതങ്ങനെ ഫ്രീസായി പോയി. ലിഡയാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഇതൊന്നും വലിയ കാര്യമല്ല, ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുള്ളതാണ്. നമ്മൾ വിജയം കണ്ടു, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയും. അടികിട്ടി താഴെ വീണ മരിച്ചു എന്ന് കരുതിയ ഓപ്പണന്റിനെ ഇപ്പോൾ ടോഡ്രോക്കി ആണെങ്കിൽ ചെക്ക് ചെയ്യും. പക്ഷെ അവനാണെങ്കിൽ ഇപ്പോഴും ജീവനുണ്ട്. അവന്റെ നെഞ്ചിൽ നിന്ന് എന്തോ ഒരു വെളിച്ചം പുറത്തേക്ക് വരികയാണ്. കട്ട് ചെയ്ത ആ ഹുങ്ക വില്ലേജ് കാണിക്കുകയാണ്. അവിടെയാണ് എൻഡവറും ആൽഫാർ 1ഉം ഓക്സും ഒക്കെ ഉള്ളത്. എൻഡവറിനാണെങ്കിൽ ടോഡ്രോക്കി അവനെ തോൽപ്പിച്ചറിഞ്ഞ് അഭിമാനം തോന്നും. ആൽഫാർ 1 ആണെങ്കിൽ എൻഡവറിനെ നോക്കും. എന്തു പറ്റി, എന്തെങ്കിലും നല്ല വാർത്ത അത് നിനക്ക് കിട്ടിയോ? ആക്ച്വലി നീ ടോഗയുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ആളല്ലേ? നീ നിന്റെ ഇളയ മകനെ മൂത്ത മകനെ തടുക്കാനായിട്ട് പറഞ്ഞയച്ചത് ബ്രദേഴ്സിനിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണോ? സത്യത്തിൽ നീ ഒരു നല്ല അച്ഛനെ അല്ല. ഇങ്ങനെ പോവാണെങ്കിൽ നമ്പർ 1 സൂപ്പർ ഹീറോ എന്ന പദവിയിൽ നിന്ന് നീ താഴേക്ക് വരുന്നു പറഞ്ഞ് കൈ നീട്ടും. അപ്പൊ അവന്റെ ഓരോ വിരലുകളിലും ഓരോ ക്വിക്സ് പവർ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് എൻഡവർ ഓക്സ് ആൻഡ് ടീമാണ് ആൽഫാർ 1നെ തടയാനായി ഒരു ടീം ആവാൻ അവർ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ആൽഫാർ 1ന്റെ ലിമിറ്റേഷൻസ്
അതെന്തൊക്കെയാണെന്ന് അവർ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും അവൻ്റെ ബോഡി മുഴുവനുള്ള ആ ഒരു സ്യൂട്ട് ആൻഡ് കോഡിനെ കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുക. ആ ഒരു സെല്ലിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമാണ് അവൻ പൂർണ്ണമായിട്ട് ആ സ്യൂട്ടിന്റെ സഹായം തേടിയത്. സോ ആ സ്യൂട്ട് തകർത്താൽ മാത്രമേ ആൽഫ 1നെ സ്ട്രെയിറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയൂ. മാത്രമല്ല ഒരുപാട് സൂപ്പർ ഹീറോസ് ഡയറക്റ്റ് ആയിട്ട് പോയി അവനുമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്താൽ അത് വലിയ അപകടമാണ്. കാരണം അവൻ ഈസി ആയിട്ട് ക്വിക്സ് പവർ അബ്സോർബ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട്. സൂപ്പർ ഹീറോസിന്റെ ക്വിക്സ് പവർ ഒരുപാട് അവന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ടാണ് എൻഡവർ കൂടുതൽ സൂപ്പർ ഹീറോസിന്റെ സഹായം തേടാതെ ഓക്സും എൻഡവർ സ്ട്രെയിറ്റ് ആയിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പദ്ധതി ഇട്ടത്. ആൽഫ 1 ആണെങ്കിൽ ഓക്സിനോട് പറയും, നിനക്കിപ്പോൾ പഴയ അത്ര പവറോ കഴിവോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. നീ ആ ഫേക്ക് ആയിട്ടുള്ള ചിറകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിന്റെ പവർ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു പോയിരിക്കുകയാണ്. ഇവിടെ എൻഡവർ ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ ആളുടെ ഫുൾ കോൺഫിഡൻസിൽ ആൽഫ 1നെ അറ്റാക്ക് ചെയ്യും. കാരണം ഇതിനു മുൻപ് നമ്പർ 1 സൂപ്പർ ഹീറോയെ ആൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ആൽബൈറ്റിനെ തോൽപ്പിക്കാനായിട്ട് ഷോക്ക് വേവ്സ് ഉപയോഗിച്ചതുപോലെ തന്നെ അതേ ഷോക്ക് വേവ്സ് ഇപ്പോൾ ആൽഫ 1ന് നേരെയും എൻഡവർ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ തൊട്ടടുത്തേക്ക് പോയി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡവറിന്റെ ആ ഒരു ക്വിക്സ് പവർ അവൻ അബ്സോർബ് ചെയ്തെടുക്കും. സോ അല്പം ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ഫയർ പവർ ഉപയോഗിച്ച് അറിഞ്ചും പുറഞ്ചും അവനെ പഞ്ച് ചെയ്യും. എൻഡവർ ആണെങ്കിൽ പഞ്ച് ചെയ്യുന്തോറും ഇവിടെ ആൽഫ 1 ആണെങ്കിൽ ആ പഞ്ചുകളെല്ലാം ബ്ലോക്ക് ചെയ്യുകയാണ്. എൻഡവറിനും ഓക്സിനും നന്നായിട്ട് അറിയാം ആ ഒരു സൂപ്പർ റീജനറേഷൻ പവർ ഇപ്പോൾ ആൽഫ 1ന്റെ കയ്യിലില്ല എന്ന്. ഇതാണ് പറ്റിയ സന്ദർഭം അവന്റെ ഷീൽഡ് തകർത്ത് റിയൽ ആൽഫ 1നെ പുറത്തേക്ക് കൊണ്ടുവരണം. അവരാണെങ്കിൽ അത്രയും കാര്യങ്ങൾ ചിന്തിച്ച് അവനെ അറിഞ്ച പുറഞ്ച പഞ്ച് ചെയ്യും. ആൽഫ 1നാണെങ്കിൽ കാര്യം മനസ്സിലാവും. ഇമോഷണലി എങ്ങനെയെങ്കിലും എൻഡവറിനെ തകർക്കണം എന്ന് ചിന്തിച്ച് ഇപ്പൊ ടോഡ്രോക്കിയും ടോബിയുമായിട്ടുള്ള ഫൈറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് എൻഡവറിനെ മാനസികമായിട്ട് തളർത്താനായിട്ട് ആൽഫ 1 ശ്രമിക്കും. വലിയ എൻഡവർ ആണെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഫോഴ്സിൽ അവനെ ആഞ്ഞടിക്കും. അതുകൊണ്ട് ഓക്സ് ആണെങ്കിൽ വിളിച്ചു പറയും, ലാസ്റ്റ് ടൈം ആൽബൈറ്റിന് സംഭവിച്ചതും ഇത് തന്നെയാണ്. ഇമോഷൻസ് വെച്ച് ഒരു കാരണവശാലും ഫൈറ്റ് ചെയ്യാൻ പാടില്ല. ആൽഫ 1 നിങ്ങളെ ട്രിഗർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതിൽ പെട്ടുപോകരുത്. കൺട്രോൾ ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യുക. അതല്ല എങ്കിൽ തോൽവി അത് നമുക്കായിരിക്കും. ആൽഫ 1 ആണെങ്കിൽ അപ്പോഴും വെറുതെ ഇരിക്കാൻ തയ്യാറാവില്ല. ആ ഒരു വലിയ ഫയറിൽ പെട്ടുപോയ നിന്റെ മകൻ ഡോബിയെ രക്ഷപ്പെടുത്തിയത് ഞാനാണ്. അതേ മകനെ നിന്റെ ഇളയ മകനെ കൊണ്ട് നീ ഇപ്പൊ കൊല്ലിക്കാൻ ശ്രമിക്കുകയാണല്ലേ? യഥാർത്ഥത്തിൽ ഒരു അച്ഛൻ തന്നെയാണോ ചോദിക്കും. എൻഡവർ ആണെങ്കിൽ ആ ചോദ്യത്തിന് മുൻപിൽ ഒരു നിമിഷം അങ്ങനെ പകച്ചു നിൽക്കും. കാരണം എൻഡവറിന് സ്ട്രെയിറ്റ് ആയിട്ട് തന്റെ മകനുമായിട്ട് ഫൈറ്റ് ജയിക്കാൻ കഴിയില്ല എന്ന് നല്ല ഉറപ്പുണ്ട്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ടോഡ്രോക്കിയോടൊപ്പം ടോബിയെ നേരിടാൻ എൻഡവർ പോവാതിരുന്നത്. ഇവിടേക്ക് ആൽഫ 1നെ തകർക്കാൻ എൻഡവർ വന്നതും അവനെ സഹായിക്കാനായിട്ട് ഓക്സ് കൂടെ കൂടിയതും. ഓക്സ് ആണെങ്കിൽ എൻഡവറിനോട് പറയും, അവന്റെ മാനിപ്പുലേഷനിൽ വീണു പോകാൻ പാടില്ല. കൺട്രോൾ ചെയ്ത് മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ കൺട്രോൾ നഷ്ടപ്പെട്ട എൻഡവർ ആണെങ്കിൽ മുഴുവൻ ഫോഴ്സിൽ അവനെ നിർത്താതെ ആഞ്ഞെട്ടിച്ചുകൊണ്ടേയിരിക്കും. ആൽഫ 1 ആണെങ്കിൽ ആ ഗ്യാപ്പിൽ ഇപ്പൊ എൻഡവറിനെ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ ഇപ്പോ എൻഡവർ ആണെങ്കിൽ താഴേക്ക് വീഴുകയാണ്. അതിനുശേഷം ആൽഫ 1 ഓക്സിന് നേരെ തിരിയും. ഓക്സിനാണെങ്കിൽ നന്നായിട്ട് അറിയാം ആൽഫ 1ന്റെ അടുത്ത അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല എന്ന്. പക്ഷെ എങ്കിലും തന്റെ ഒരു ചിറകയച്ച് താഴേക്ക് വീഴുന്ന എൻഡവറിനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. ആ ഗ്യാപ്പിൽ ആൽഫ 1 ആണെങ്കിൽ റേഡിയോ വേവ്സ് അതുപയോഗിച്ച് ഓക്സിനെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷേ ആ ഒരു പവർ അടുത്ത നിമിഷം സാക്ഷാൽ ആൽഫ 1ന് നേരെ തന്നെ തിരികെ പോവാണ്. ഓക്സിനാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. ഇപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ടോക്കയാമിയും ജിറോയും അവർ രണ്ടുപേരും അവിടേക്ക് വന്ന് ജിറോ ആണെങ്കിൽ ആ പവറിനെ അങ്ങനെ ആൽഫ 1ന് നേരെ തന്നെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. ഓക്സ് ആണെങ്കിൽ ടോക്കയാമിയോടും ജിറോയോടും ദേഷ്യപ്പെടും. യു ഗൈസ് ആർ അൺബിലീവബിൾ. നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? ക്യാഷ്ലായിട്ട് പറയും, നിങ്ങളെ സഹായിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ദയവ് ചെയ്ത് ഞങ്ങളെ പറഞ്ഞയക്കരുത്. ആൽഫ 1 ആണെങ്കിൽ അവരെ കളിയാക്കും. ഞാൻ പല കോമിക് ബുക്സിലും നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, സൈഡ് ക്യാരക്ടേഴ്സ്. പക്ഷെ അവസാനം ദാരുണമായിട്ട് മരിക്കാനാണ് നിങ്ങളുടെയൊക്കെ വിധി. അത് കേട്ട് അവര് പറയും, ആദ്യം നീ നിന്റെ ജയം ഉറപ്പാക്ക്, എന്നിട്ട് നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറയും. ഇവിടെ എൻഡവറിനാണെങ്കിൽ അടി കിട്ടിയ ഭാഗത്ത് ഇപ്പൊ ചതയേയില്ല. ചോര തുളുമ്പി അവൻ അങ്ങനെ വീണ് കിടക്കുകയാണ്. ഓക്സ് ആണെങ്കിൽ അവന്റെ ഫെദർ വെച്ച് എൻഡവറിനെ പ്രൊട്ടക്ട് ചെയ്തതിൽ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്റേണൽ ഓർഗൻസിന് കാര്യമായിട്ട് പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം വീണ്ടും ഫൈറ്റ് ചെയ്യാനായിട്ട് വരും. ടോഡ്രോക്കി ആണെങ്കിൽ ഒരു കാര്യം തീർത്തു പറയും, എൻഡവർ തിരികെ ഫൈറ്റിന് എത്തും വരെ നിന്റെ സപ്പോർട്ടിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാവും. അതുവരെ നമുക്ക് 3 പേർക്കും ചേർന്ന് ഈ ആൽഫ 1നെ തടയാം. ഓക്സ് ആണെങ്കിൽ അവന്റെ ചിറക് ഉപയോഗിച്ചാണ് എൻഡവറിനെ പ്രൊട്ടക്ട് ചെയ്ത് താഴെ ഇറക്കിയത്. സോ അദ്ദേഹത്തിന്റെ ബോഡിയിൽ ടച്ച് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇന്റേണൽ ഓർഗൻസിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന് ഓക്സ് മനസ്സിലാക്കിയതാണ്. ഓക്സിനാണെങ്കിൽ ഇപ്പോ അവിടേക്ക് വന്നവരുടെ രണ്ടുപേരുടെ സഹായം ആവശ്യമാണ്. എൻഡവർ തിരികെ വരുന്നത് വരെ. ജെറോയുടെ പവർ സൗണ്ടാണ്. സോ ആ സൗണ്ട് പവർ ഉപയോഗിച്ച് ആ ഒരു
ആൽഫാർ വണ്ണിന്റെ മാസ്ക് അത് തകർക്കാനായിട്ട് ഓക്സ് പറയും. അത് തകർക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ജയിക്കാൻ പറ്റും. ഉടനെ അവർ 3 പേരും ചേർന്ന് ഇപ്പോൾ ആൽഫാർ വണ്ണിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം ആൽഫാർ വൺ തിരിച്ച് ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അറ്റാക്കിൽ അവർക്ക് 3 പേർക്ക് പരിക്ക് പറ്റും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.